ഡീസൽ അടിക്കേ. എങ്കിൽ ഡീസൽ ഇല്ലാന്ന് ഇയാൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വേറെ വണ്ടി വിളിച്ചു പോവായിരുന്നല്ലോ. ഡീസൽ ഇല്ലാതെ വണ്ടി ഓടോ പെങ്ങളെ? അടുത്ത ജംഗ്ഷനിൽ മൊബൈൽ കോർട്ട് ഉണ്ട്. എന്താ? വഴിയിൽ മൊബൈൽ കോട്ടുണ്ട്. വണ്ടിയുടെ FC ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ബൈപ്പാസ് വഴി പോവാം. അത് ഒരുപാട് ചുറ്റല്ലേ. വീട്ടിലെല്ലാരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പോയിട്ട് വേണം ചടങ്ങ് നടത്താൻ. എത്തിയിട്ട് ഒത്തിരി നേരമായി. ഇത് നീ എടുത്തോ. ചേച്ചി പ്രവേശിച്ചിട്ട് വരാൻ അമ്മ പറഞ്ഞു. സമയത്ത് എത്തിച്ചതിന് നന്ദി. ബാക്കിതാ അനിയന്റെ അടുത്ത് കൊടുത്തേക്ക്. കൈ കാണിച്ച നിനക്ക് വണ്ടി നിർത്തിക്കൂടെ? മൊബൈൽ കോർട്ടിനെ പോലും നിനക്കൊരു വിലയില്ല അല്ലടാ. ക്ഷമിക്കണം സാറേ, ഇവന്റെ ചേച്ചിയെ ശവടക്കിന് മുമ്പ് ഇവിടെ എത്തിക്കാൻ നോക്കിയായിരുന്നു. ശവടക്കോ? ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? ഇന്ന് എന്റെ ചേച്ചി പെണ്ണാണ് വന്നിരിക്കുക. അമ്മേ. ആവൂ, എത്തിയോ മോളെ? ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. എത്ര നേരായി അവര് കാത്തിരിക്കുന്നറിയോ? ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ട്രെയിൻ ലേറ്റായി പോയതല്ലേ. ആട്ടെ, അമ്മയ്ക്ക് ആളെ ഇഷ്ടായോ? എനിക്കിഷ്ടായി. ഫോട്ടോയില് കണ്ട പോലെ തന്നെയാ. നിനക്കും ഇഷ്ടപ്പെടും. നല്ല കുടുംബം, ജാതകവും നല്ല ചേർച്ചയാ. പക്ഷേ എന്താമ്മേ? ആ രാഘവനും കൂട്ടരും വന്ന് വല്ല കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേടി. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടണേന്ന എന്റെ പ്രാർത്ഥന. രാഘവേട്ടൻ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? പക്ഷേ അവന്റെ ചിങ്കിടികൾ പുറത്തുണ്ടല്ലോ. ഇതെല്ലാം അവർക്കറിയോ? ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഭാഗ്യം. ആ, നീ ചെന്ന് വേഗം കുളിച്ച് റെഡിയാവും. എവിടെ എവിടെ കാണട്ടെ. നല്ല ഐശ്വര്യമുള്ള മുഖം, നല്ല തറവാടിത്വം. മാമംഗലം തറവാട്ടിലെയാ? എന്റെ സീതമോക്ക് പറ്റിയ ചെറുക്കൻ തന്നെ. വല്യമ്മ, ഇതല്ല ചെറുക്കൻ. ചെറുക്കന്റെ കൂട്ടുകാരനാ, ഗോവിന്ദൻകുട്ടി. എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനൊരു മണ്ടൻ എന്റെ സീതമോക്ക് പറ്റില്ലല്ലോന്ന്. എവിടെടാ ചെറുക്കൻ? അവൻ അപ്പുറത്തോട്ട് മാറി നിൽക്കുക, ആരും കാണാതെ സേർത്ത് വലിക്കാൻ. സിഗരറ്റോ? ഇല്ലില്ല, അവൻ സിഗരറ്റൊന്നും വലിക്കില്ല. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അപ്പുറത്തോട്ട് മാറി നിൽക്കുക. പിന്നെ മൂത്രവും. ആള് ഡീസന്റാ അല്ലേ? കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേടി. പെണ്ണ് കാണല് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിൽക്കൂ, സീത കുളിക്കാൻ വന്നതല്ലേ, ഞാൻ പോയേക്കാം. കുളിച്ചില്ലെങ്കിലും പൗഡർ ഇട്ടില്ലെങ്കിലും ഫോട്ടോയിലേക്കാൾ സുന്ദരിയാണ് സീത. ട്രെയിൻ ലേറ്റ് ആയല്ലേ? അതെ, അതിന്റെ ധൃതിയിലായതുകൊണ്ടാ. സാരമില്ല, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. 2 മാസത്തെ ലീവ് ഏതാണ്ട് തീരാറായി. ഇതുവരെയും എന്റെ പല പോസിലുള്ള ഫോട്ടോകൾ ബ്രോക്കർമാരുടെ കൈ കിടന്ന് ചുറ്റിക്കളിക്കുകയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടവരെ എനിക്ക് പിടിച്ചില്ല, എനിക്കിഷ്ടപ്പെട്ടവർക്ക് എന്നെ പിടിച്ചില്ല. പരസ്പരം ഇഷ്ടമായ ആദ്യത്തെ കേസായിട്ട് ഞാനിതിനെ കണക്കാക്കട്ടെ. എനിക്കിത്രയും മതി. അല്ല, ഡൽഹി വിട്ട് ഇവിടെ തന്നെ എന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇവിടുത്തെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. മുകുന്ദ, നീ ഇവിടെ എന്തെടുക്കാ?
എടാ പെണ്ണ് വന്നു. ആ വന്ന പെണ്ണാണ് ഈ നിന്ന പെണ്ണ്. ആ, പെ- ജയന്തി, എന്താ ചേച്ചി? ഇത് കൊണ്ടുപോയി കൊടുക്കൂ. എന്താ ഇത്? രാസനാഥി പൊടി സീതേച്ചി തന്നു വിട്ടതാ. ഓ, നീയാണോടെ പുതുമണവാളൻ? എന്താ കാര്യം? കാര്യോ? എന്താ എന്താ ഇത്? ഇവിടുത്തെ സീത എന്ന് പറയുന്ന പെണ്ണേ ഞങ്ങളുടെ രാഘവേട്ടന്റെ സ്വന്താ. അവളെ പെണ്ണ് കാണാൻ വന്നവരൊക്കെ ഇടി കൊണ്ടിട്ടേ പോയിട്ടുള്ളൂ. ഇറങ്ങടാ അവളില്. അങ്ങനെ പേടിപ്പിക്കാൻ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? നീ ഇറങ്ങണ വെളിയില് ബ്ലഡി റാസ്കൽ. എന്താ ഇത് ഭീഷണിയല്ല. രാഘവേട്ടന് വേണ്ടി ജയിലിൽ പോകാൻ ഞങ്ങൾ തീരാ. കരുതിയിരുന്നോടാ. അല്ല, എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും കേട്ടത്? സതിയാ, ഞാൻ ഇത്രയും ഉച്ചത്തിൽ കിടന്ന് നിലവിളിച്ചിട്ട് നീ ഒന്നും കേട്ടില്ല? അല്ല, കുളത്തിൽ വീണപ്പോ ചെവിയിൽ വെള്ളം കയറിയത് കൊണ്ട് നിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ക്രിസ്മസ് കാരോൾ പാർട്ടി വന്നിട്ട് പോയതാ. ദേ എന്നെ ടിക്കറ്റ്. എന്താ സാറേ ഇരിക്കാത്തത്? ഈ സീറ്റ് മുഴുവൻ എനിക്ക് വേണം. അതെന്തിനാ സാറേ? കുറച്ചങ്ങ് നീങ്ങിയിരുന്നാ പോരെ? പോരാ, വേണമെങ്കിൽ 2 ടിക്കറ്റിന്റെ കാശ് ഞാൻ തന്നേക്കാം. എനിക്ക് നിൽക്കുന്നതാ ഇഷ്ടം. 2 കല്ലാട്ട് പാലം. വേണ്ട, 1 കല്ലാട്ട് പാലം. മറ്റേ കല്ലാട്ട് പാലത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. ദാ. കോയിന്നുകുട്ടി, ഞാൻ മിണ്ടിപ്പോരുത്. ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്റെ നിധി വാങ്ങിക്കണ്ട. വിളിക്കല്ലേ? എന്തായാലും സംഭവിച്ചു. രണ്ടുപേരും കൈകൊട്, പിണക്കം മാറട്ടെ. അമ്മയ്ക്ക് അങ്ങനെ എളുപ്പം പറയാം. തല്ലുകൊണ്ടത് എനിക്കല്ലേ, അമ്മയുടെ സ്വന്തം മോനല്ലല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. എന്നാ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല അമ്മേ. ഞാൻ മല്ലനിയും മാധവനുമാ. കൂട്ടുകാരനെ കരടിയുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ട് മരത്തിൽ ചാടിക്കറിയ മാധവൻ. ഇത് കേട്ടാ തോന്നുന്നു ഇവനെ തല്ലിക്കാൻ ഞാൻ ആളെ വിട്ടതെന്ന്. അങ്ങനെ ഒരു സംശയം എനിക്കില്ലാതില്ല. ഒന്ന് കോംപ്രമൈസ് ആവു ഗോവിന്ദൻകുട്ടി ചേട്ടാ, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാലോ. ഊണോ? ഇവിടുന്നോ? അതിനും ഉണ്ടാവില്ല. എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 5-8 കൊല്ലം ഒന്നിച്ച് ഗൾഫിൽ ജോലി ചെയ്തു, ഒരുമിച്ചുണ്ട് താമസിച്ചു. നിനക്കൊരു പെണ്ണിനെ തപ്പിപ്പിടിക്കാൻ വേണ്ടി ഇവൻ എത്രയാ കഷ്ടപ്പെട്ടത്. എടാ, മാപ്പ് പറയാൻ. എടാ, നിന്റെ ഭാഗത്തും തെറ്റോട് മാപ്പ് പറയാൻ. മാപ്പ്. താങ്ക്സ്. ഇനി സത്യം പറ, എനിക്ക് തല്ലിയിട്ടിയപ്പോ നീ മാറിക്കളഞ്ഞല്ലേ? അതെ. എന്റെ ഈശ്വര, ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, കുളത്തിൽ വെച്ച് ഞാനും സീതയും തമ്മിൽ പരിചയപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ഭാവി ഭാര്യയുടെ മുമ്പിൽ വെച്ച് തല്ല് വാങ്ങാനുള്ള ജാള്യത കൊണ്ടാണ് ഞാൻ മാറിക്കളഞ്ഞത്. ഒടുക്കത്തെ ഇടിയായിരുന്നു അമ്മേ. ചിരിക്കണ്ട, അവള് നിന്റെ ഭാര്യയാവുമ്പോ ഇതേപോലെ ആ ഗ്യാങ്ങിൽ നിന്ന് നിനക്ക് ശരിക്ക് കിട്ടിക്കോളും. അതോർക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കൊലക്കയറ് കഴുത്തിലിട്ട് കുരുക്കാൻ പറ്റുമോ? അയ്യോ, ഇത് അവന്മാരെ തന്നെ, രാഘവന്റെ ആൾക്കാർ. ഓടിക്കോ! ഇങ്ങോട്ട്, അങ്ങോട്ട്, അമ്മേ, ഇങ്ങോട്ട്. അതുവഴി. ബാത്റൂം. ഇങ്ങോട്ടോ.
എന്ത് വന്നാലും ഇവിടെ ആരും തീരെ കെട്ടുന്ന പ്രശ്നമില്ല. നീ ആരും കെട്ടില്ലല്ലേ? തീരെ കെട്ടുന്ന വാടാ ഇവിടെ. അവൾ എന്തോ അത് പിന്നെ- നിർത്തേ. സീതാലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ, അവനല്ല. എത്ര അടിച്ചാലും ഇടിച്ചാലും ഞാൻ അവളെ കെട്ടും. മിടുക്കൻ. കിട്ടുന്നില്ലെങ്കിൽ കെട്ടണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇയാളെ ഞങ്ങൾ ഇടിച്ചത്. 6 മാസം മുമ്പ് ഇതേ സീതയെ പെണ്ണ് കാണാൻ ചെന്നതിന് ആ രാഘവൻ എന്നെ കുത്തി വളർത്തി. അവനിപ്പോ ജയിലില്ല. സീതയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാനിപ്പോ അവളെ കെട്ടിയേനെ. അതുണ്ടായില്ല. തന്നെ കെട്ടാൻ അവൾക്ക് വിരോധമില്ലാന്ന് പറഞ്ഞു. എന്തായാലും രാഘവൻ അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ എന്ന് വയ്ക്കാൻ കല്യാണം? ഇതിൽ നിന്ന് പിന്മാറിയാൽ തന്നെ ഞാൻ കൊല്ലും. നാളെ വരാം. അപ്പോഴേക്കും ഡേറ്റ് തീരുമാനിച്ചിരിക്കണം. നീ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിന്നെയും തട്ടും. വാടാ പോവാ.